തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിവാദ ശബ്ദരേഖയുമായി മാത്യു കുഴൽനാടനും ഇന്ന് രംഗത്ത് വന്നു. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നാണ് കുഴൽനാടന്റെ വെളിപ്പെടുത്തൽ. തോട്ടപ്പള്ളി തുറക്കാതെ ഇരുന്നത് മേരി മാതാ കൺസ്ട്രക്ഷൻസ് കമ്പനിക്ക് വേണ്ടിയാണ്. മാത്യു ടി തോമസിന് ഇതിൽ പങ്കുണ്ടെന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്നു എന്ന് അവകാശപ്പെട്ട ശബ്ദരേഖയാണ് പുറത്തുവിട്ടത്. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നത്? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. പറയാം, മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിലും കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോൾ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവൻ എത്ര ലാഭം കിട്ടി? ഈ ഇതിന്റെ വെള്ളം തുറക്കണോ തുറക്കണ്ടേ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി MP ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി രൂപയാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റിൽ നിന്ന് കാശാർക്ക് കിട്ടി. 2. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മളെ ഒരു കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നുവിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കുക. ആ കരാറുകാരനാണ് ഇതിൽ വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പും അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായില്ലേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി രൂപ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിന്റെ കമ്മിറ്റി വന്നാൽ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തു. കമ്മിറ്റി ഇപ്പൊ നാണൂട്ടം പറഞ്ഞല്ലേ വിളിക്കുള്ളൂ. കോടികളുടെ മോഹം കൊണ്ടാണ് കേരളം ഈ ഗതിയിലായതെന്നും കുഴൽനാടൻ പറഞ്ഞു. പ്രളയമുണ്ടായി വെള്ളം വന്നു ശരിയാണ്. പക്ഷേ ഇത്രയേറെ കേരളത്തെ തകർത്തത് ഇവരുടെ ആക്രാന്തവും അഴിമതിയുമാണ്. ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ കാര്യം ഇനി അതല്ല മറിച്ചാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ. ഇപ്പോ ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല. അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരുപക്ഷെ നിങ്ങൾ പത്രക്കാർക്ക് കൃഷ്ണൻകുട്ടിയുടെ സ്വരം പരിചയമുണ്ടാകില്ല. ഈ വോയിസ് ക്ലിപ്പ് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ അറിയാവുന്ന, അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ള
ആർക്ക് കേട്ടാലും അത് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്ന് മനസ്സിലാവും. പ്രളയം കൊണ്ട് തകർന്ന നാടാണ് കേരളം. ആ തകർത്തതിലൊരു ഉത്തരവാദിത്വം ഈ സർക്കാരിനും ഈ സർക്കാരിന്റെ അഴിമതിക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി അവരുടെ മറുപടി വന്നതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. പുറത്തു വന്നത് തന്റെ ഓഡിയോ അല്ലെന്നാണ് കെ കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. AI വഴി നിർമ്മിച്ചതാണെന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പ്രളയത്തിന് കാരണം അതിതീവ്ര മഴയെന്ന് IITയുടെ റിപ്പോർട്ടുണ്ട്. ശബ്ദ സന്ദേശം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഇതത്ര ഗൗരവം കുറഞ്ഞ ആരോപണമല്ല. കഴമ്പുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ല എന്ന് എത്ര പറഞ്ഞാലും കൃഷ്ണൻകുട്ടിയെ പരിചയമുള്ളവർക്ക്, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കേട്ടവർക്ക് ഒക്കെ ഇത് അത്ര പെട്ടെന്ന് അല്ല എന്ന് വിശ്വസിക്കാനാവില്ല. ഇതിന് കൂടുതൽ ഫോളോ അപ്സ് ഉണ്ടാകുമെന്നാണോ മാത്യു കുഴൽനാടൻ പറയുന്നത്? രഞ്ജിത്ത്, മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെ പൂർണ്ണമായും കൃഷ്ണൻകുട്ടി എതിർക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളെയൊക്കെ തള്ളുന്നുണ്ട്. പക്ഷെ ഇതൊരു AI ഇപ്പോൾ എത്ര ഓഡിയോ പുറത്തു വന്നാലും AI ആണെന്നുള്ളൊരു വാദമാണ് എല്ലാവരും ആദ്യം ഉന്നയിക്കുന്നത്. അതിന്റെയൊക്കെ ശാസ്ത്രീയ പരിശോധന വരട്ടെ, അതൊരു വഴിക്ക് നടക്കും. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ തന്നെയാണ് മാത്യു കുഴൽനാടൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായി തന്നെയാണ് ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഈ മാത്യു ടി തോമസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, കോടികൾ വാങ്ങി ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടു ഒരു മന്ത്രിയും സർക്കാരും എന്ന ഗുരുതരമായുള്ള ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിലൂടെ ഉന്നയിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിലാദ്യത്തേത്, തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിപ്പിച്ചത് കരിമണൽ കമ്പനിയായ മേരി മാത കൺസ്ട്രക്ഷന് വേണ്ടിയാണ്. അതായത് ഈ കരിമണൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം അന്ന് ഈ മാത്യു ടി തോമസ് അടക്കമുള്ളവർ നൽകി. അതിൽ ചീഫ് എഞ്ചിനീയർ ജോഷിയും പങ്കാളിയായി. അതിലൂടെ അവർ കോടികളാണ് കൈപ്പറ്റിയതെന്നാണ് ആദ്യത്തെ ആരോപണം. രണ്ടാമത്തേത്, മണിയാറിൽ നിന്നും വൈദ്യുതി എടുത്തത് സ്വകാര്യ കമ്പനിയാണ്. ഇവർക്ക് വേണ്ടി അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കാൻ നിയമവിരുദ്ധമായി ചീഫ് എഞ്ചിനീയർക്ക് അനുമതി നൽകി. ഇതിലൂടെ 8 കോടി രൂപയാണ് ഇവർ സ്വന്തമാക്കിയത്. ഇതാണ് പിന്നീട് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പ്രളയമുണ്ടാകാൻ കാരണം. മൂന്നാമത്തെ ആരോപണം, പറമ്പിക്കുളം കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിടാമായിരുന്നു. പക്ഷേ ആ സമയത്ത് തമിഴ്നാട്ടിൽ ഒരു 200 കോടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. ആ കരാർ കമ്പനിയുമായി ഒത്തുചേർന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിവിടാതെ കേരളത്തിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നു. അതായത് ചാലിയാർ പുഴയിലൂടെ ഒഴുക്കിവിട്ട് പിന്നീട് ചാലക്കുടി, ആലുവ, കളമശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം പൊങ്ങുന്നതിനും ആളുകൾ വളരെ വലിയ ദുരിതത്തിലാകുന്നതിനുമൊക്കെ കാരണം ഈ ഒരു തമിഴ്നാട്ടിലെ വെള്ളം ഒഴുക്കിവിടാത്തതാണ് എന്നൊരു ആരോപണമാണ് മൂന്നാമതായി ഉന്നയിക്കുന്നത്. എന്നാലും ഇതിന്റെയൊക്കെ ആധികാരികത പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇത് എപ്പോഴാണ്, ആരോടാണ്, എങ്ങനെയാണ് പറഞ്ഞതിലൊന്നും മറ്റ് തെളിവുകളൊന്നും പുറത്തുവിടാൻ മാത്യു കുഴൽനാടൻ തയ്യാറായിട്ടില്ല. പക്ഷേ മാത്യു ടി തോമസിന്റെ തന്റെ പാർട്ടിയിലുള്ള ഒരു നേതാവിനെ ഒപ്പം ഇരുത്തിക്കൊണ്ടാണ് ഈ ഓഡിയോ പുറത്തുവിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിപക്ഷം ഇതിനെ വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക്, ഇലക്ഷൻ പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിൽ ജനങ്ങൾ എത്താൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയാണ് പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് 2018 പ്രളയം അത് മനുഷ്യനിർമ്മിതമാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ സർക്കാരിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത്, മന്ത്രി പി രാജീവ് അടക്കം ഇതിനെ പ്രതിരോധിക്കുന്നത് മാത്യു കുഴൽനാടൻ പറയുന്നതിന് ആധികാരികത അത് എത്രമാത്രമാണ്. മുൻപുണ്ടായ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളിയ സാഹചര്യം കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ജനങ്ങളുടെ ജീവനെ തന്നെ ഒരു സമയത്ത് വെല്ലുവിളിയായ കേരളം വളരെ കഷ്ടപ്പെട്ട് അതിജീവിച്ച ഒരു പ്രളയം, അത് സർക്കാരിന്റെ വലിയ അനാസ്ഥയാണ്. അതിന് കോടികളാണ് ആ സഭയിലെ മന്ത്രി അടക്കം കൈപ്പറ്റിയതെന്ന മന്ത്രിസഭ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ തന്നെ JDS-ലെ തന്നെ ഒരു നേതാവ് പറയുമ്പോൾ അതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജനങ്ങളും പ്രതിപക്ഷവും നോക്കിക്കാണുന്നത്. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഗൗരവമേറിയ ഒരു ആരോപണം തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ രാഷ്ട്രീയ കേരളത്തിലേക്ക് എത്തുകയാണ്. അതും മലയാളിയെ വല്ലാതെ ദുരിതത്തിലാഴ്ത്തിയ, നിരവധി മരണങ്ങൾ സംഭവിപ്പിച്ച ഒരു പ്രളയത്തിൻ്റെ പേരിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ വാദഗതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിലൊരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഓഡിയോ ശരിയാണെങ്കിൽ അതിൻ്റെ ഗൗരവം ഒട്ടും കുറയ്ക്കാനാവില്ല താനും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.